ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT സെക്ഷൻ 4.2 മാഗ്നറ്റിക് ഫോഴ്സ് എന്ന കോൺസെപ്റ്റ് ആണ്. ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും ഇതൊരു ഫോഴ്സ് ആണ്, ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ത്രൂ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതിനെ തന്നെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഒരു ചാർജ് Q v വെലോസിറ്റിയിൽ B എന്ന മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്: Fm വെക്ടർ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B, and this equation gives both magnitude and direction of the force, that is the vector form, and its magnitude is given by the equation Fm is equal to QVB sin theta. Here theta is very important, it is the angle between the direction of velocity and magnetic field. Okay, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്: ഈ ചാർജിന് മുകളിൽ ഫോഴ്സ് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ചാർജ് റെസ്റ്റിനാണെങ്കിൽ ഈ ഫോഴ്സ് 0 ആണെന്നർത്ഥം. മനസ്സിലായില്ലേ? പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അങ്ങനെയല്ല. ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും അതിൻ്റെ മുകളിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് എപ്പോഴും മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മാക്സിമം വെൻ ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുന്നത്. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെയാണ് ചാർജ് മൂവ് ചെയ്യേണ്ടത്. ആ സമയത്ത് വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Fm ഈസ് ഈക്വൽ ടു QVB sin θ ആണ്. ഇവിടെ തീറ്റ 90 ആയതുകൊണ്ട് sin 91. സോ ദ മാക്സിമം ഫോഴ്സ് ഈസ് ഗിവൺ ബൈ QVB. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് അറിയേണ്ടത് എപ്പോഴാണ് ഈ ഫോഴ്സ് മിനിമം ആവുന്നത്. മിനിമം ഫോഴ്സ് മീൻസ് 0. അതിന് രണ്ട് കേസുകൾ പോസിബിൾ ആണ്. കേസ് നമ്പർ 1, വെൻ ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്, ദാറ്റ് ഈസ് V ഈക്വൽ ടു 0. അതായത് ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ റെസ്റ്റിലാണെങ്കിൽ അവിടെ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Fm ഈസ് ഈക്വൽ ടു QVB sin θ ആണ്. അപ്പോൾ ഇവിടെ V 0 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം മിനിമം വാല്യൂ ഓഫ് ഫോഴ്സ് F മിനിമം ഈസ് ഈക്വൽ ടു 0. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത കേസ് ഇതാണ്: വെൻ ദ ചാർജ് ഈസ് മൂവിങ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ പാരലായിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, ആൻഡ് ആൻറ്റി പാരലായിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീറ്റ ഈസ് 180 ഡിഗ്രി. ഓക്കെ, നമുക്കറിയാം sin 0യും sin 180യും എത്രയാണ്? 0 ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Fm ഈസ് ഈക്വൽ ടു QVB sin θ ആണ്. ഓക്കെ, sin θ എന്തായതുകൊണ്ട് 0 ആയതുകൊണ്ട് ദിസ് ഫോഴ്സ് ഈസ് അഗെയിൻ മിനിമം, ആൻഡ് മിനിമം വാല്യൂ ഫോഴ്സ് ഈസ് വാട്ട്? 0. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്തതുകൊണ്ട് മാത്രം അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ? എങ്ങനെ മൂവ് ചെയ്യണം? ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഫീൽഡ്, ആൻഡ് തീറ്റ ഷുഡ് നോട്ട് ബി 0 ഓർ 180 ഡിഗ്രി. ദാറ്റ് ഈസ് ദ ചാർജ് പാർട്ടിക്കിൾ ഷുഡ് ക്രോസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അപ്പോൾ മാത്രമേ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഷുവറായിട്ട് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Fm വെക്ടർ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B എന്നാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ V ക്രോസ് B. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ്. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും എങ്ങോട്ടേക്കാണ്? ആ രണ്ട് വെക്ടർ ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ യു ക്യാൻ സേ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് the velocity vector and magnetic field vector, that is as shown in this figure. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഏത് പ്ലെയിനിലാണെന്ന് കണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് V and B. ഓക്കെ, ആൻഡ് ദിസ് ഡയറക്ഷൻ യു ക്യാൻ ഫൈൻഡ് യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: മാഗ്നറ്റിക് ഫോഴ്സിനും വെലോസിറ്റി വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. മാഗ്നറ്റിക് ഫോഴ്സിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? So that's a very important point.
ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടും. അതല്ലാതെ ഇതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സോ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നിങ്ങളിവിടെ ഒരു ഫിഗർ കാണിച്ചു കണ്ടോ? ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, central finger and thumb of our left hand in mutually perpendicular direction such that forefinger is in the direction of magnetic field, central finger is in the direction of current, then the thumb will give the direction of magnetic Lorentz force. You got it? അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ. ഫോർ ഫിംഗർ ഏതിൻ്റെ ഡയറക്ഷനിലാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. സെൻട്രൽ ഫിംഗർ ഏതിൻ്റെ ഡയറക്ഷനാണ്? കറണ്ട് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ തമ്പ് ഏതിൻ്റെ ഡയറക്ഷൻ തരുന്നു? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നു. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിച്ചാൽ മതി? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ലോറൻസ് ഫോഴ്സ്? നേരത്തെ നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ്. ലോറൻസ് ഫോഴ്സ് ഈസ് ഓൾസോ എ ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് മൂവിംഗ് ത്രൂ എ റീജിയൻ കണ്ടെയ്നിങ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, അതായത് ഈ രണ്ട് ഫീൽഡുകളുമുള്ള ഒരു റീജിയനിലൂടെ ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മാത്രം മൂവ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇത് രണ്ടും ഉള്ള സമയത്ത് ഈ ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. ഓക്കെ, ഇനി നമുക്ക് ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. സോ ദ നെറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് ദ ലോറൻസ് ഫോഴ്സ് എഫ് എൽ വെക്ടർ ഈസ് ഈക്വൽ ടു എഫ് ഇ വെക്ടർ പ്ലസ് എഫ് എം വെക്ടർ എന്ന് എഴുതാം. അവിടെ എഫ് ഇ വെക്ടർ എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ ദ ചാർജ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് എഫ് ഇ വെക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ വെക്ടർ. അതുപോലെ എഫ് എം വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു വെക്ടർ വി ക്രോസ് വെക്ടർ ബി. അതുകൊണ്ട് ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് എഫ് എൽ വെക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇ വെക്ടർ പ്ലസ് ക്യൂ ഇൻറ്റു വെക്ടർ വി ക്രോസ് വെക്ടർ ബി. ഈ രണ്ടിലും ക്യൂ കോമൺ ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് എഫ് എൽ വെക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്ടർ ഇ പ്ലസ് വെക്ടർ വി ക്രോസ് വെക്ടർ ബി. മനസ്സിലായില്ലേ? സോ ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒന്നുകിൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് മൂവിംഗ് ത്രൂ എ റീജിയൻ കണ്ടെയ്നിങ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ അറിയാം. ദ ആൻസർ ഈസ് ലോറൻസ് ഫോഴ്സ്. മനസ്സിലായില്ലേ? അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്: മാഗ്നറ്റിക് ഫോഴ്സ് കനോട്ട് ഡു എനി വർക്ക്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഓക്കെ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇത് ജൂൺ 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W = F.ds ആണ്. ശരിയല്ലേ? ds എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. And we know that the velocity vector is the rate of change of displacement vector. So we can write v vector is equal to vector ds divided by dt. അതിന് നിങ്ങൾക്ക് ds കണ്ടുപിടിക്കാം. ds is equal to v dt എന്നാണ് വരിക. ഓക്കെ, therefore w is equal to f dot v dt. അതായത് dsൻ്റെ സ്ഥാനത്ത് v dt എന്ന് കൊടുത്താൽ നമുക്ക് w is equal to f dot v dt എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. f എന്ന് പറഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. Okay, since the charged particle is moving through the magnetic field, it will experience what? Magnetic Lorentz force. So here F is magnetic force, and we know that this force and velocity vector are mutually perpendicular. So Fm vector is perpendicular to v vector. So the angle between that two is what? 90 degree. So F vector dot v vector is equal to Fv cos 90, that is equal to 0, because cos 90 is 0. So F dot v equal to 0. Therefore what is the work done? Work done is equal to 0. So the work done by the magnetic force on a charged particle moving through magnetic field is 0. Okay, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് when a charged particle is moving through magnetic field, the magnetic force does not impart any kinetic energy to the charged particle. എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിക്കാം.
അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയാം വർക്ക് എത്രയാണ് 0 ആണ്. ആൻഡ് വി നോ ദാറ്റ് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു ഡെൽറ്റ KE. Okay, here W is equal to delta KE is equal to 0 because work done is 0. Delta KE is equal to 0 means change in kinetic energy is 0. That is kinetic energy is a constant. So kinetic energy is not changing. You got it? So work done by the magnetic force is 0 and also the magnetic force does not impart any kinetic energy to the charged particle, and these are very important questions and it is a 2-mark question. Okay, so remember these points. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫിഗർ വരച്ച് വെക്കുക, അതേപോലെ ഡിറൈവ് ചെയ്യുക. ഫിഗർ പ്ലസ് ഡെറിവേഷൻ ഈസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. അത് കൃത്യമായി പഠിക്കുക. ഓക്കെ, നമുക്കതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്: F vector is equal to I into L cross B. Okay, that gives both magnitude and direction of the force. That is F is so the magnitude of the force is given by F is equal to ILB sin theta. അവിടെ I എന്ന് പറയുന്നത് current flowing through the conductor, L is the length of the conductor, B is the magnetic field in which the conductor is placed, and theta is the angle between the direction of current and magnetic field vector. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതുപോലെ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ L ആൻഡ് വെക്ടർ B. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ പോസിറ്റീവ് ചാർജ് ഈസ് മൂവിംഗ് അപ്വേർഡ് വെർട്ടിക്കലി, ഇറ്റ് എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് ടു ദ നോർത്ത്, ദ ഫോഴ്സ് ഓൺ ദ ചാർജ് വിൽ ബി ടുവേർഡ്സ് ഓപ്ഷൻസ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് അതിന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് എഴുതുക. ഓക്കെ, എങ്ങനെയാണ് സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ ഞാൻ സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് അതെങ്ങനെയാണ് എഴുതിയത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് എഴുതിയത്. ഓക്കെ, ഇനി ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു +Q ചാർജ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്വേർഡ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് +Y ആൻഡ് നോർത്ത് ഈസ് ടേക്കൺ ആസ് വാട്ട്? +X. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് നോർത്ത് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇൻ പോസിറ്റീവ് X ഡയറക്ഷൻ. ഈ 2 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. FM ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B ആണ്. ഓക്കെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഈ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ചാർജിൻ്റെ സൈന് കൂടി കൺസിഡർ ചെയ്യണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +Q, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -Q എന്ന് കൃത്യമായി നോട്ട് ചെയ്യണം. ഓക്കെ, ഈ കേസിൽ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: FM വെക്ടർ ഈസ് ഈക്വൽ ടു +Q ഇൻറ്റു വെലോസിറ്റി വെക്ടർ എങ്ങോട്ടേക്കാണ്? അപ്വേർഡ് ഡയറക്ഷൻ. അപ്വേർഡ് ഡയറക്ഷൻ ഏതാണ്? പോസിറ്റീവ് Y ഡയറക്ഷൻ ആണ്. സോ J ക്യാപ്പ്. അപ്പോൾ വെക്ടർ V ഈസ് V J ക്യാപ്പ് എന്ന് എഴുതാം. ക്രോസ് B വെക്ടർ. B വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് നോർത്ത് ഡയറക്ഷൻ. നോർത്ത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് X ഡയറക്ഷൻ ആയിട്ട് എടുത്തത്. സോ B ഇൻറ്റു I ക്യാപ്പ് എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് J ക്രോസ് I എന്ന് പറയുമ്പോൾ -K ആണ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെഴുതാം? FM vector is equal to +QVB into J cross I is -K cap. Okay, that is FM vector is equal to -QVB K cap. Okay, what is negative K cap? Negative K cap എന്ന് പറയുമ്പോൾ നെഗറ്റീവ് Z ഡയറക്ഷൻ ആണ് അല്ലേ? ഈ ഫിഗറിൽ ഏതാണ് നെഗറ്റീവ് Z ഡയറക്ഷൻ? പോസിറ്റീവ് Z ഡയറക്ഷൻ ഈസ്റ്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് Z ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. സോ വി ക്യാൻ സേ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് വെസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്: an electron is moving along positive x-axis. To get it moving on an anti-clockwise circular path in xy plane, a magnetic field is applied. പറയുന്നത് ഇതാണ്: ഒരു ഇലക്ട്രോൺ പോസിറ്റീവ് എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്നു. അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഏത് പ്ലെയിനിൽ? XY പ്ലെയിനിൽ. അങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് അപ്ലൈ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ പോസിറ്റീവ് എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതെങ്ങനെ മൂവ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യണം.
ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യാൻ എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടതാണ് ചോദ്യം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ മൂവ് ചെയ്യണം, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൂവ് ചെയ്യണം, ശരിയല്ലേ? ഇങ്ങനെ മൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ എവിടെയാണ്? ഈ പോയിന്റിലാണ്, ശരിയല്ലേ? അപ്പോൾ ഇതാണ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കണം? ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കണ്ടേ? എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. ദാറ്റ് മീൻസ് പോസിറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കണം. കാരണം ഇത് മൂവ് ചെയ്യുന്നത് എന്താണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് വൈ ഡയറക്ഷനിലാണ്, ടുവേർഡ്സ് ദ സെൻറ്റർ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വൈ ഡയറക്ഷനാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ FM വെക്ടർ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V വെക്ടർ ക്രോസ് B വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വൈ ഡയറക്ഷനിലായതുകൊണ്ട് FJ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജിൻ്റെ സ്ഥാനത്ത് -E എന്ന് എഴുതാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ചാർജിൻ്റെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് -E ഇൻറ്റു V വെക്ടർ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് VI ക്രോസ് B വെക്ടർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെ? FJ ഈസ് ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? A ക്രോസ് B ഈസ് മൈനസ് ഓഫ് B ക്രോസ് A എന്നാണ് പഠിച്ചത്. അതുകൊണ്ട് ഇതിനെ E ഇൻറ്റു B വെക്ടർ ക്രോസ് V ഇൻറ്റു I എന്ന് എഴുതിയാൽ മതി, ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് I ക്രോസ് J ഈസ് ഈക്വൽ ടു K, J ക്രോസ് K ഈസ് ഈക്വൽ ടു I ആൻഡ് K ക്രോസ് I ഈസ് ഈക്വൽ ടു J, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? ഫോഴ്സ് FJ എന്ന് കിട്ടണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ സ്ഥാനത്ത് BK എന്ന് കൊടുത്താൽ മതി. സോ FJ ഈസ് ഈക്വൽ ടു E ഇൻറ്റു BK ക്രോസ് VI എന്ന് എഴുതാം, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? എലോങ് പോസിറ്റീവ് Z ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. വിക്ടേഴ്സ് ചാനലിൽ ചെയ്ത പ്രോബ്ലംസ് നോക്കുക, NCERT ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, എക്സാമ്പിൾസ് നോക്കുക, കൃത്യമായി ചെയ്ത് പഠിക്കുക. ഇതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.